ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇവിടുത്തെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിന് പകരം നമുക്ക് ആട്ടാപ്പൊടി ആയാലും നമുക്ക് എടുക്കാം. ഞാനൊരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പകുതി ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചീര, ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതിട്ട് എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വറ്റൽമുളക് ചതച്ചത്. വറ്റൽമുളക് ചതച്ചത് നമ്മൾ എരിവിനനുസരിച്ച് ഇടുക. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്യാം. ഒരുപാട് ലൂസായിട്ടല്ല നമ്മൾ ഇതിൻ്റെ മാവ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ അളവ് കാണിച്ചു തരാം. അപ്പോൾ മാവ് നമ്മളെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്.
നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീ കുറച്ച് വെച്ച് തിരിച്ച് മറിച്ച് മൊരിച്ചെടുക്കണം. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ശകലം എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇത് നമുക്ക് കറിയില്ലാതെയും കഴിക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടലക്കറിയോ ചട്നിയോ ഏതിനോടൊപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളൊരു അടിപൊളി ദോശയും ചട്നിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ട്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.